നമ്മളോടൊപ്പം ഇനി ശരത് ലാൽ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ശരത് ലാൽ, നമുക്കറിയാം മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചിരുന്നു. 1971 രാജ്യത്ത് അവസാനമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ആ വർഷം തന്നെ ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിൽ യുദ്ധം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതേ ഒരു സാഹചര്യം തന്നെയാണോ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ ലക്ഷ്മി, ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം കരുതാൻ. കാരണം അതിർത്തിയിൽ ഇപ്പോൾ നിയന്ത്രണ രേഖയിൽ കനത്ത ഷെല്ലിംഗ് നടക്കുകയാണെന്ന് ഇന്ത്യയും പാകിസ്ഥാനും ഒരേ സമയം കൺഫേം ചെയ്തു എന്നാണ് വിദേശ രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. കാരണം പാകിസ്ഥാൻ ആർമി ISPR ചീഫ് ഇന്റർസ്റ്റേറ്റ് പ്രസ് റിലീസ് നടത്തുന്ന പാകിസ്ഥാൻ ആർമിയുടെ ചീഫ് ആബിദ് ഹുസൈൻ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ 6 ലൊക്കേഷനിൽ സ്ട്രൈക്ക് ചെയ്തു. അതിൽ 8 പേർ കൊല്ലപ്പെട്ടു, 35 പേർക്ക് പരിക്കേറ്റു എന്നതാണ്. മിസൈൽ അറ്റാക്കാണ് അത്. അദ്ദേഹം ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരിയാണ് ISPR ചീഫ്. പാകിസ്ഥാൻ ആർമിക്ക് വേണ്ടി ISPR ഡയറക്ടറാണ്. ഇത് സംബന്ധിച്ച ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻ പാകിസ്ഥാൻ ആർമിയുടെ വളരെ വ്യക്തമായിട്ട് പ്രസ് റിലീസ് ഇറക്കിയിരിക്കുകയാണ്. പ്രസ് റിലീസിൽ പറഞ്ഞിരിക്കുന്നത് 8 Pakistanis are killed, at least 35 and more are injured. This is പ്രാഥമികമാണ് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ പ്രതിരോധ മന്ത്രി 3, പ്രധാനമന്ത്രി 5, ഇപ്പോൾ സൈന്യം 6 സ്ഥലത്ത് ആക്രമണം നടത്തി എന്ന് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിരുന്നു. ഇനി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട് എന്നും ISPR ചീഫ് പാകിസ്ഥാൻ ആർമിയുടെ വക്താവ് വ്യക്തമാക്കുന്നു. ഏതായാലും കനത്ത പ്രഹരമാണ് പാകിസ്ഥാന് ലഭിച്ചത് എന്നതാണ് തീവ്രവാദ സേന ഏകദേശം പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം ഒരു വിദേശ മാധ്യമത്തിനോട് ടെലിഫോണിൽ പറഞ്ഞത് പിന്നെ ഒരു പാക് പട്ടാളത്തിന് ഇൻഫൻട്രി തന്നെ നശിപ്പിച്ചു എന്നതാണ്. ഒരു വലിയ പാക് പട്ടാളത്തിന് കേന്ദ്രം തന്നെ ബോംബിട്ട് തകർത്തു എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ പാകിസ്ഥാൻ ആർമി ഇത് നിഷേധിക്കുകയും ഈ കാര്യത്തിൽ ഒരു പ്രസ് റിലീസ് 8 പേർ മാത്രമാണ് കൊല്ലപ്പെട്ടതെന്നും ആക്രമണം നടന്ന 6 സ്ഥലങ്ങളാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചോളം എവിടെ എപ്പോൾ എങ്ങനെ ആക്രമണം നടന്നു അല്ലെങ്കിൽ എത്ര പേർക്ക് പരിക്ക് പറ്റി ഇതൊക്കെ വിവിധ കോണുകളിൽ വിവിധ വാർത്തകളാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. പ്രധാനമന്ത്രി ഒരു വാക്ക് പറയുന്നു, ആർമിയുടെ വക്താവ് വേറൊന്ന് പറയുന്നു, പ്രതിരോധ മന്ത്രി വേറൊന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനിൽ തന്നെ യാഥാർത്ഥ്യമായിട്ട് എന്തൊക്കെയാണ് നടക്കുന്നത് പാകിസ്ഥാൻ സർക്കാരിന് തന്നെ വ്യക്തതയില്ലാത്തൊരു കാര്യങ്ങൾ പോക്കെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഇന്ത്യൻ ആർമിയുടെ പ്രസ് റിലീസാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ടും വ്യക്തമായിട്ടും BBC അതുപോലെ CNN അടക്കമുള്ള അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ പിന്നെ ഇപ്പോൾ പിന്തുടരുന്നത്. കാരണം പാകിസ്ഥാനിൽ നിന്നുള്ള വിവരങ്ങൾ പലപ്പോഴും മിനിമൈസ് ആണ്, ലഭിക്കാൻ കഴിയുന്നില്ല എന്നൊരു കാര്യമാണ് രാജ്യാന്തര മാധ്യമങ്ങൾ പറയുന്നത്. ഏതായാലും അവിടുത്തെ പ്രധാനപ്പെട്ട 2 മാധ്യമങ്ങളെ ഉദ്ധരിച്ചാണ് പാകിസ്ഥാനിലെ നാശനഷ്ടങ്ങൾ ഇപ്പോൾ രാജ്യാന്തര മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഒന്ന് ജിയോ ടിവിയും ഒന്ന് ഡോൺ പത്രത്തെയും ഡോൺ ടിവിയും ഉദ്ധരിച്ചുകൊണ്ടാണ്. ഈ രണ്ട് പത്രങ്ങളും വിശ്വസിക്കുകയാണെങ്കിൽ പരിക്കേറ്റവരുടെ സംഖ്യ 100ഓളം എത്തും. അതേപോലെ തന്നെ പഞ്ചാബിലുടനീളം മെഡിക്കൽ എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ പാകിസ്ഥാൻ വ്യോമമേഖല മുഴുവനായിട്ട് അടച്ചിട്ടുണ്ട്. ലാഹോർ, കറാച്ചി എയർപോർട്ടുകൾ പൂർണ്ണമായി അടച്ചു. അതേപോലെ ലൈനോ കൺട്രോളിൽ ഇന്ത്യൻ സൈന്യം അതിഭീകരമായി ഷെല്ലിംഗ് നടത്തുന്നു എന്നുള്ള ഭയമുണ്ടാക്കുന്നു. ഈ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഈ പാകിസ്ഥാൻ മാധ്യമങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് രാജ്യാന്തര മാധ്യമങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചോളം വളരെ വ്യക്തമായി ഇന്ത്യയിൽ നിന്നുള്ള അവരുടെ പ്രതികൾ പറയുന്നത് ഇന്ത്യയിലെ 5 സാധാ ഡൊമസ്റ്റിക് എയർപോർട്ടുകളിൽ ഗതാഗത നിയന്ത്രണമുണ്ട് എന്ന് മാത്രമാണ്. ഇന്ത്യയിൽ നോ വാർ ക്രൈ എന്നാണ് CNN പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നേരത്തെ അഞ്ജലി പറഞ്ഞ പോലെ 1971 ശേഷം രാജ്യത്തുടനീളം മോക്ക് ഡ്രില്ലിനുള്ള ഒരു സന്ദേശം പോകുന്നു. അന്ന് യുദ്ധമുണ്ടാകുകയും 71 യുദ്ധമുണ്ടാവുകയും ചെയ്യുന്നു. ആ യുദ്ധത്തിൽ ഇന്ത്യ വിന്യക്കൊടി പറയിക്കുന്നു. അതേ രീതിയിൽ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യ 1:42 ഇന്ത്യ ഈ ഓപ്പറേഷൻ സിന്ദൂർ പ്രഖ്യാപിച്ചപ്പോൾ നടപ്പിലാക്കുമ്പോൾ അത് സാക്ഷ്യം വഹിച്ച പ്രധാനമന്ത്രി സാക്ഷ്യം വഹിക്കാനുണ്ടായിരുന്നു. പിന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രി ഉണ്ടായിരുന്നു, അമിത്ഷാ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് വ്യക്തതയല്ല. ഏതായാലും വാർ റൂമിലുള്ള പ്രധാനമന്ത്രിയോടൊപ്പം 3 ആർമി ചീഫ്
ചീഫുമാരും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത് പിന്നെ സുരക്ഷാ ഉപദേഷ്ടവും ഉണ്ടായിരുന്ന കാര്യം വ്യക്തമാക്കപ്പെട്ടതാണ്. എന്നാൽ നമുക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറഞ്ഞാൽ ഈ ജമ്മു, പൂഞ്ച്, കുപ്വാര അതിർത്തിയിൽ മോട്ടോർ ഷെല്ലിംഗ് നടക്കുകയാണ്. അതായത് പീരങ്ക് ഉപയോഗിച്ചുള്ള വെടിവെപ്പ് നടക്കുകയാണ്. അതേ രീതിയിൽ തന്നെ ഇന്ത്യൻ സൈന്യവും തിരിച്ചടക്കുന്നുണ്ട്. 3 കിലോമീറ്റർ രജോരി മേഖലയിലും പൂഞ്ച് മേഖലയിലും 3 കിലോമീറ്റർ. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് പൂഞ്ച് രജൌരിയിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ കൂടി ലഭിക്കുന്നുണ്ട്. അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം സൈന്യം ഔദ്യോഗികമായി മരണസംഖ്യ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ നാശനഷ്ടങ്ങളും 3 സ്ത്രീകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ആർമി. ഗുരുതരമായി പരിക്കേറ്റും ചെയ്തു എന്നാണ് ആർമി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പാകിസ്ഥാൻ ഒരു പ്രകോപനമില്ലാതെയാണ് പൂഞ്ച്, കുപ്വാര അതേപോലെ രജോരി സെക്ടറിലേക്ക് പീരങ്കി ആക്രമണം നടത്തിയത്. അഞ്ജലിയേറിയ പീരങ്കി ആക്രമണം നമ്മൾ അവസാന സാക്ഷ്യം വഹിച്ചത് കാർഗിൽ യുദ്ധത്തിലാണ്. ബൊഫേഴ്സും അതേപോലെ പാകിസ്ഥാൻ പീരങ്കികളും 6 മുതൽ 14 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ടാർജറ്റുകൾ ഹിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പീരങ്കികളാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിർത്തിക്കടുത്തുള്ള ഗ്രാമങ്ങളെ ലക്ഷ്യമാക്കി, സാധാ ജനങ്ങളെ ലക്ഷ്യമാക്കിയാണ് ഈ പീരങ്കി ആക്രമണം എന്നത് ഇപ്പോൾ വ്യക്തമാണ്. കാരണം ഇന്ത്യൻ സൈനിക പോസ്റ്റുകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള വീടുകളെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ നിരപരാധികളെ കൊന്നെടുക്കുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ പാക് സൈന്യം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ രജോരി അതിർത്തിയിലുള്ള ഗ്രാമപ്രദേശങ്ങൾ വാസികൾക്കെതിരെ നേരിട്ട് ഷെല്ലാക്രമണം നടത്തിയിരിക്കുന്നത്. ഈ BSF പോസ്റ്റിനോ അതേപോലെ ആർമി പോസ്റ്റിനോ നേരെയോ പക്ഷേ ഷെല്ലാക്രമണം ഇപ്പോൾ പാക് ആർമി നടത്തിയില്ല. സാധാ ജനങ്ങൾക്കെതിരെയാണ് പാക് ആർമി ഷെല്ലാക്രമണം നടത്തുന്നത് എന്നാണ് പൂഞ്ചിൽ നിന്നുള്ള നമുക്ക് ലഭിക്കുന്ന വിവരം. അതേപോലെ കൊപ്വാര സെക്ടറിലും ഇതേ രീതിയിൽ തന്നെയാണ്. 3 കിലോമീറ്റർ അതിർത്തിക്കപ്പുറത്ത് ഇന്ത്യൻ ഭാഗത്ത് 3 കിലോമീറ്റർ ദൂരത്തിലുള്ള പ്രദേശങ്ങളിലെ സാധാ ജനങ്ങളെ ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ ഷെല്ലാക്രമണം പാകിസ്ഥാൻ നടത്തുന്നത് എന്നാണ് ഇപ്പോൾ നമുക്കൊന്ന് ലഭിക്കുന്ന വിവരം. ഇതിനെതിരെ അതേ രീതിയിൽ തന്നെ ശക്തമായ ഭാഷയിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം നടത്തുന്ന പീരങ്കികളെ ലക്ഷ്യമാക്കി ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുന്നുണ്ട് എന്നാണ് ഇന്ത്യൻ സൈന്യ വക്താവ് വ്യക്തമാക്കിയത്. അതായത് പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തെ നടത്തുന്ന പീരങ്കികളെ തത്സമയം കണ്ടെത്തി അത് നിർവീകരമാക്കാനുള്ള ഷെല്ലാക്രമണം നടത്തുന്നു എന്നാണ് ഇന്ത്യൻ സൈന്യം ഇപ്പം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും എല്ലാം കരുതിയും എല്ലാം സുസജ്ജവുമാക്കിയുള്ള ഒരു നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിർത്തിയിൽ ഉടനീളം S-400 റഡാറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് ആന്റി വ്യോമന ബാറ്ററികൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിർത്തിക്ക് സമീപമുള്ള 5 ചെറിയ വിമാനത്താവളങ്ങൾ ശ്രീനഗർ, ധർമ്മശാല ഹിമാചൽ പ്രദേശിലെ, അതേപോലെ തന്നെ അമൃത്സർ, അതേപോലെ ബിക്കനീർ തുടങ്ങിയ വ്യോമ മേഖലയിൽ പതിക്കുന്ന അല്ലെങ്കിൽ വ്യോമ ആക്രമണത്തിന്റെ പരിധിയിലുള്ള ഈ വിമാനത്താവളം എന്നുള്ള സർവീസുകൾ മാറ്റിവെച്ചിരിക്കുന്നത്. അഞ്ജലി, ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു കാര്യം വ്യക്തവും, പാകിസ്ഥാൻ എന്ത് നടപടി എടുത്താലും അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കാൻ ഇന്ത്യ സന്നദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് അക്കാര്യത്തിൽ ഒരു തീരുമാനം വളരെ വ്യക്തമായിട്ട് ഇന്ത്യ സർക്കാർ നൽകിയിരിക്കുന്നത്. ഞങ്ങൾ ആക്രമിച്ചത് പാകിസ്ഥാൻ സൈന്യത്തെയല്ല, തങ്ങൾ ആക്രമിച്ചത് ഇന്ത്യയിൽ വന്ന് നിരപരാധികളെ കൂട്ടക്കൊല ചെയ്ത് പാകിസ്ഥാൻ നിരോധിച്ച തീവ്രവാദി സംഘടനയുടെ ആസ്ഥാനത്തെയാണ് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അഞ്ജലി, ഈ പ്രാവശ്യത്തെ പ്രത്യാക്രമണത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആ പ്രധാനം എന്നാൽ വെച്ചാൽ ഇതുവരെ നമ്മൾ നേരത്തെ നടത്തിയ മിന്നൽ സർജിക്കൽ സ്ട്രൈക്കൊക്കെ POKയിലായിരുന്നു. പാകിസ്ഥാൻ ഒക്കുപ്പൈഡ്, അത് നമ്മൾ അവകാശപ്പെടുന്ന സ്ഥലത്താണ്. അത് ഇപ്പോൾ നമ്മൾ നടത്തിയിരിക്കുന്ന 4 സ്ഥലങ്ങൾ പാകിസ്ഥാൻ ഉള്ളിലാണ്, പഞ്ചാബ് പ്രവിശ്യക്കകത്താണ്. അവിടെ പോലും സുരക്ഷിതമല്ല. പാകിസ്ഥാനിൽ എവിടെയും ഈ തീവ്രവാദികൾ സുരക്ഷിതമല്ല എന്നൊരു സന്ദേശമാണ് ഇതിലൂടെ ഇന്ത്യ നൽകിയിരിക്കുന്നത്. അതുതന്നെയാണ് പാകിസ്ഥാനെതിരെ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നത്. ഈ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട സൈനികരൊക്കെ തന്നെ പഞ്ചാബ് പ്രവിശ്യയിലാണ്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭൂരിപക്ഷം എന്നല്ല ഭൂരിപക്ഷം ഓഫീസറും ഈ പഞ്ചാബ് പ്രവിശ്യയിലുള്ളതാണ്. റാവൽപിണ്ടിയാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആസ്ഥാനത്തിന് മൂക്കിന് തൊട്ടടുത്താണ് ഇന്ത്യ സൈനിക നടപടി നടത്തി അവിടെ സംരക്ഷിച്ചിരുന്ന ലഷ്കർ-e തോയ്ബ നേതാക്കളെയും സംഘടനയും എതിരെ രൂക്ഷമായ ആക്രമണം നടത്തിയത്. വളരെ ശക്തിയായ ബോംബുകളാണ് വർഷിച്ചത്. അതായത് കെട്ടിടങ്ങൾ പാടെ തകർക്കുകയും കെട്ടിട തുരങ്കങ്ങൾക്ക് അടിയിലുള്ള ബങ്കർ തകർത്തുകൊണ്ട് മൊത്തം കെട്ടിടങ്ങളിലുള്ള മ്യൂട്ടേഷൻ ബോംബുകൾ ഉപയോഗിച്ചു എന്നതാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് മേൽ ആരോപിക്കുന്നത്. ഏതായാലും അക്രമം
അതിഭീകരമായ നാശനഷ്ടങ്ങൾ, അതിഭീകരമായ ആൾനാശം പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് ഉണ്ടാക്കി എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള പ്രതികരണവും നമ്മൾ കേൾക്കുന്നത്. പാകിസ്ഥാന് എന്ത് തിരിച്ചടി നടന്നാലും അതൊരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോകും എന്നൊരു വളരെ വ്യക്തമായ ഒരു സന്ദേശം ഇന്ത്യ നൽകിക്കഴിഞ്ഞു. അതേപോലെ നാവികസേനയ്ക്കും അതേപോലെ തന്നെ കരസേനയ്ക്കും അതേപോലെ വ്യോമസേനയ്ക്കും ഒരേപോലെ സംയുക്തമായി ആലോചിച്ചെടുത്ത് നടപ്പിലാക്കിയ ഒരു പ്രത്യാക്രമണം എന്ന് വേണം പറയാൻ. ഡ്രോണുകൾ ഉപയോഗിച്ചു, ജെറ്റ് ഉപയോഗിച്ചു എന്നൊക്കെയാണ്. ജെറ്റിന്റെ സൗണ്ട് ലഭിച്ചു എന്ന ന്യൂയോർക്ക് ടൈംസിന് വേണ്ടി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടർ അവിടെ റാവൽപിണ്ടിയിലും ആ മുസഫ നഗറിലുമുള്ള ജനങ്ങൾ പറഞ്ഞു ജെറ്റ് വിമാനത്തിലെ സ്വരം കേട്ടു, അതുപോലെ ഡ്രോൺ കണ്ടു എന്നൊക്കെ ദൃക്സാക്ഷികൾ പറയുന്നതായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പാകിസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാനും മറ്റ് വിദേശ രാജ്യങ്ങളും പറയുന്നത് ഇന്ത്യ മിസൈൽ വർഷിച്ചു എന്നാണ്. ഈ ഇന്ത്യ വ്യോമാക്രമണം നടത്തിയത് ഇതുവരെ പാകിസ്ഥാൻ ഇന്ത്യയും ഇത് സംബന്ധിച്ച് ഏത് തരത്തിലുള്ള ആക്രമണം എന്ന് വ്യക്തമാക്കിയിട്ടില്ല. ആകെ വ്യക്തമാക്കിയിരിക്കുന്നത് നാവിക, കരസേന, വ്യോമസേന സംയുക്തമായി നടപ്പിലാക്കിയ ഓപ്പറേഷൻ എന്ന് മാത്രമാണ്. ആക്യുറേറ്റ് ലിമിറ്റഡ് ഓപ്പറേഷൻ എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സ്ഥിതിയിൽ നമുക്ക് ഇപ്പോൾ നൽകാൻ പറ്റുന്ന ഒരു വിവരം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മുമ്പിലുള്ള ഒരു വിവരം എന്ന് പറഞ്ഞാൽ, നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറഞ്ഞാൽ, ഈ പാകിസ്ഥാനിൽ ഭീകര സ്ഥാപനങ്ങൾക്കും ഭീകര സംഘടനകൾക്കും അതിഭീകരമായ തിരിച്ചടി നേരിട്ടു. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ അതായത് സംഘർഷമുണ്ടായപ്പോൾ സെമിനാരികൾ മുഴുവൻ മൂടുകയും ലോഞ്ച് പാഡുകളൊക്കെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലേക്ക് അതായത് ഭരണകേന്ദ്രത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ മൂക്കിന്റെ തൊട്ടടുത്തേക്ക് മാറ്റി സ്ഥാപിച്ചിരുന്നു. ഈ സ്ഥലങ്ങളാണ് ഇന്ത്യ വ്യോമാക്രമണമോ മിസൈൽ ആക്രമണമോ എന്ന് വ്യക്തമല്ല. ഇന്ത്യൻ സൈന്യം അത് ഇതേവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യൻ ആക്രമണം നടത്തി ഇവിടെ വൻ നാശനഷ്ടമായി. 3 കുട്ടികൾ എന്ന് പറഞ്ഞ അതേ സൈന്യം തന്നെ 8 പേർ കൊല്ലപ്പെട്ടു, 35 പേർ പരിക്കേറ്റു എന്ന് ഔദ്യോഗികമായി പാകിസ്ഥാൻ സൈനിക വക്താവ് തന്നെ പറയേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്നുള്ളത് അതിർത്തിയിലെ ഷെല്ലിംഗ് ആണ്. ആ ഷെല്ലിങ്ങിനെ തിരിച്ച് ന്യൂട്രലൈസ് ചെയ്യാനുള്ള നടപടികളുമായിട്ട് ഇന്ത്യ മറു ഷെല്ലിംഗ് ആരംഭിച്ചു. ഇതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ 10 മണിക്ക് ഇത് സംബന്ധിച്ച ആർമി ബ്രീഫിംഗ് ഉണ്ടായി, സംയുക്ത സേനാ ബ്രീഫിംഗ് ഉണ്ടാവും. അതേപോലെ തന്നെ പ്രധാനമന്ത്രി നിർദ്ദേശം വെച്ച് രാജ്നാഥ് സിംഗ് പ്രമുഖ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായിട്ട് സംസാരിക്കും. അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ ഇന്ന് പുലർച്ചെ 4 മണിക്ക് വിളിച്ചുണർത്തി ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്, സൈന്യം ധരിപ്പിച്ചിട്ടുണ്ട്. എന്താണ് നടന്നത്? ഇന്ത്യ ഒറ്റക്കെട്ടായി പാൽഗാൻ ആക്രമണത്തിനുള്ള പ്രതികാരത്തിന് ഇന്ത്യ ഒറ്റക്കാടി തിരിച്ചടിക്ക് ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന് നമുക്ക് അഞ്ജലി വ്യക്തതയോടെ നമുക്ക് പറയാം. ഇനി വരുന്ന മണിക്കൂറുകൾ കൂടുതൽ വാർത്തകൾ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തുമുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കാര്യത്തിൽ നമുക്ക് വളരെ വ്യക്തതയുണ്ട്, പാകിസ്ഥാൻ തിരിച്ചടി പ്രതീക്ഷിച്ചതിലും കൂടുതൽ വലിയ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ പഞ്ചാബ് പ്രവിശ്യയിൽ പാകിസ്ഥാന്റെ ഇസ്ലാമാബാദിന്റെ തൊട്ടടുത്ത് വരെ ഇന്ത്യയുടെ പ്രകരശേഷി കൈ നീളുന്നു എന്നുള്ളതാണ്. ഒന്നും റഡാറിന് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ നടത്തിയിരിക്കുന്നു. മ്യൂട്ടേഷൻ ബോംബുകൾ ഉപയോഗിച്ചിരുന്നു, വൻ സ്ഫോടനം കൊണ്ടായിരുന്നു. 6 കിലോമീറ്റർ വരെ പ്രകമ്പനം കൊള്ളിക്കുന്ന സ്ഫോടനമാണ് മുസഫറിലും സിലിക്കോട്ടിലും നടന്ന ദൃക്സാക്ഷികൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് വ്യക്തതയോടെ പറയുന്നു. ഇപ്പൊ സ്വാഭാവികമായിട്ട് പാകിസ്ഥാൻ മുഴുവൻ എൻറ്റയർ പാകിസ്ഥാൻ ഇൻ ഷോക്ക് ഓർ ഷെയ്ക്ക് എന്നാണ് കാര്യങ്ങൾ വ്യക്തതയിലേക്ക് പോകുന്നത്. ഇന്ത്യ പാൽഗാമിലെ നിരവധികളെ 25 പേരെ, ഒരു വിദേശ പൗരൻ, നേപ്പാളികളടക്കം 26 പേരെ നിഷ്കരണം വെടിവെച്ച് കൊന്ന, പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്ന ശേഷം അത് ആഘോഷിക്കുന്ന ലഷ്കർ-എ തോയ്ബ, ജസ്കർ-എ മുഹമ്മദ് പാകിസ്ഥാനിലെ നേതാക്കൾക്കുള്ള നേരിട്ടുള്ള മറുപടിയാണ് ഈ സൈനിക നടപടി എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഏതായാലും രാജ്യാന്തര തലത്തിൽ സുരക്ഷാ സമിതി യോഗത്തിൽ തന്നെ ഇന്ത്യക്ക് തിരിച്ചടിക്കാനുള്ള അവകാശം കഴിഞ്ഞ ദിവസം നടന്ന അടച്ചിട്ട റൂമിൽ നടന്ന സ്ഥിരം കമ്മിറ്റി യോഗത്തിൽ, സെക്യൂരിറ്റി യോഗത്തിൽ ഇന്ത്യ വ്യക്തമാക്കിയതാണ്. എന്നാൽ ഉടനെ തന്നെ ഒരു തിരിച്ചടി പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്ത്യ 24 മണിക്കൂറുണ്ട്, 48 മണിക്കൂറുണ്ട് ഇങ്ങനെ തിരിച്ചടിക്കും എന്ന് വാർത്താസമ്മേളനം നടത്തി പറഞ്ഞ വ്യക്തികൾ അല്ലെങ്കിൽ പാക് അധികാരികൾ
അധികാരികൾ അല്ലെ പാക് മന്ത്രിമാർ അവർ യഥാർത്ഥ തിരിച്ചടി വന്നപ്പോൾ പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കാരണം എത്ര മരണസംഖ്യ, എത്ര പേർ ആക്രമിച്ചു, എത്ര പേർ, ഇതൊന്നും വ്യക്തമായി പാകിസ്ഥാൻ ആർമി പറയുന്ന ഒരു നമ്പർ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്ന വേറെ നമ്പർ, പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറയുന്ന വേറെ നമ്പർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കോർഡിനേഷനും പാകിസ്ഥാനിൽ ഇപ്പോൾ നിലവിലില്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതിന്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് ഇത്തരം പ്രകടനങ്ങളും കാര്യങ്ങളും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കെതിരെ ഉള്ള ഒരു നടപടിക്ക് ഇനി പാകിസ്ഥാൻ മുതിർന്നാൽ അതൊരു ഏഷ്യയിലെ ഒരു വലിയൊരു യുദ്ധത്തിലേക്ക് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. എത്ര നഷ്ടം വന്നാലും പാകിസ്ഥാൻ സാഹസം അതേ സാഹസം ഇന്ത്യ തിരിച്ചടി കൊടുക്കുമെന്ന് ഇന്ത്യയിലെ 3 സൈനിക ചീഫുമാർക്കും അത് കൊടുക്കാൻ ഉത്തരവ് നൽകിക്കൊണ്ട് രാഷ്ട്രപതി അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ക്യാബിനറ്റ് കമ്മിറ്റി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. 11 മണിക്ക് ചേർന്ന ഈ ക്യാബിനറ്റ് കമ്മിറ്റി യോഗത്തിൽ എന്തൊക്കെ വിഷയങ്ങളായിരിക്കും ചർച്ചയാകുക? ഈ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി എന്ന പ്രധാനപ്പെട്ട മന്ത്രിസഭാ ഉപസമിതിയാണ്. അതിന് നേതൃത്വം നൽകുന്നത് പ്രധാനമന്ത്രിയാണ്. അതുപോലെ അതിലൊക്കെ NDA ഘടകകക്ഷികളിലെ മുഴുവൻ മന്ത്രിമാരും അതിലെ പ്രധാനമായിട്ട് JDU-ന്റെ കുമാരസ്വാമി ഉണ്ട്. അതുപോലെ തന്നെ BJP അല്ലാത്ത NDAയുടെ ഘടകകക്ഷികൾക്കുള്ള ഇപ്പൊ JDU, അതേപോലെ തന്നെ ജനതാദൾ യുണൈറ്റഡ്, അതേപോലെ കർണാടകയിലുള്ള കുമാരസ്വാമി, ജനതാദൾ, ഇവരൊക്കെ തന്നെ ഈ കമ്മിറ്റിയിലുണ്ട്. തെലുങ്ക് ദേശത്തിന്റെ പ്രതിനിധിയുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ വെച്ചിട്ട് ഈ മന്ത്രിസഭയിൽ അംഗങ്ങളായ ഘടകകക്ഷികളുടെ NDA ഘടകകക്ഷികൾക്ക് ഉള്ള ഒരു ബ്രീഫിങ്ങും അവിടെ വെച്ച് ഇനി പ്രധാനമന്ത്രി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നടപ്പിലാക്കേണ്ടത്, എന്ത് പാകിസ്ഥാൻ ആക്രമിച്ചാൽ ഏത് തരത്തിലായിരിക്കും, രാജ്യ സുരക്ഷയെ കുറിച്ചുള്ള ക്യാബിനറ്റ് ഉപസമിതിയുടെ യോഗമാണ് 11 മണിക്ക് ചേരുന്നത്. അത് നടക്കുന്നത് ക്യാബിനറ്റ് മന്ത്രാലയത്തിൽ വെച്ചായിരിക്കും. അതായത് രാഷ്ട്രപതി ഭവനിലെ തൊട്ട് താഴെയുള്ള ക്യാബിനറ്റ് സ്പെഷ്യൽ റൂമിൽ, ആർമി സ്പെഷ്യൽ റൂമിലാണ് ഇത്തരം യോഗങ്ങൾ നടക്കാറ്. അവിടെയായിരിക്കും 11 മണിക്ക് ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് സെക്യൂരിറ്റിയുടെ യോഗം നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പ്രസ് റിലീസുകളൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഈ പ്രത്യേക സാഹചര്യം കൊണ്ട് PIB ഇത് സംബന്ധിച്ച യോഗ അറിയിപ്പും പ്രസ് റിലീസും ഇറക്കുമെന്നാണ് നമുക്ക് സൂചന. അതിന് മുമ്പേ വളരെ വ്യക്തതയോടുകൂടി തന്നെ ഇന്ത്യൻ ആർമി ഇത് സംബന്ധിച്ച ഒരു പ്രതികരണം അല്പസമയം കൊണ്ട് ഇന്ത്യൻ ആർമി പുറത്തുവിടും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് പത്രസമ്മേളനമാവാം, അല്ലെങ്കിൽ അത് പ്രസ് റിലീസ് ആവാം. ഏതായാലും ഇന്ത്യൻ ആർമിയുടെ വക്താവ് ഇത് സംബന്ധിച്ച ഒരു വാർത്താക്കുറിപ്പ്, അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം, അല്ലെങ്കിൽ ഒരു ചോദ്യോത്തരം, ഒരു എന്തായാലും 10 മണി സമയം ഉണ്ടാവുമെന്നാണ്. ഇതോടുകൂടി നമുക്ക് വ്യക്തത ലഭിക്കും. എത്ര സ്ഥലത്ത് ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തി, എത്ര ഭീകരരെ ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം, എത്ര ഭീകരർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വളരെ വ്യക്തതയോടുകൂടി നമുക്ക് ലഭിക്കും. അതിനു വേണ്ടിയുള്ള ഇന്റലിജൻസ് ഇൻപുട്ട് കളക്ട് ചെയ്യാനാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഇന്റലിജൻസ് ഇൻപുട്ട് കളക്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യയിലെ വിവിധ ഏജൻസികൾ. ഇത് ലഭിച്ചു കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ച ആദ്യത്തെ ബ്രീഫിംഗ് പ്രധാനമന്ത്രിക്ക് നൽകും. അതിനുശേഷം പത്രലേഖകരേക്കോ അല്ലെങ്കിൽ ആർമി ഇത് സംബന്ധിച്ച പത്രക്കുറിപ്പോ പത്രമായിട്ടോ ഏതായാലും ഘടകമാണ്. ഇത് സംബന്ധിച്ച് ഇന്ത്യയെ സംബന്ധിച്ചുള്ള നയം വളരെ വ്യക്തമായിട്ടുണ്ട്. ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ നേടാനുള്ള നടപടികൾ ഓൾറെഡി ആരംഭിച്ചു. 2 മണി തൊട്ടേ അമേരിക്ക സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് ഇന്ത്യയിലെ സുരക്ഷാ ഉപദേഷ്ടാവ് സംസാരിക്കുന്നു. അതേ രീതിയിൽ തന്നെ ഈ പാകിസ്ഥാനിന്റെ ഒറ്റപ്പെടുത്തുന്ന എല്ലാവിധ മുസ്ലിം രാജ്യമായ ഒറ്റപ്പെടുന്നതിന് മുസ്ലിം രാജ്യമായ ഇറാനുമായും സൗദി അറേബ്യയുമായിട്ട് ഇന്ത്യയിലെ സുരക്ഷാ ഉപദേഷ്ടാവ് സംസാരിക്കുന്നു. സ്വാഭാവികമായിട്ടും ബ്രിട്ടനെയും അതേപോലെ തന്നെ ഫ്രാൻസിനെയും അതേപോലെ തന്നെ റഷ്യയെയും അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട രാജ്യമായ കാനഡയെ പോലും ഇന്ത്യ ഇക്കാര്യത്തിൽ ബ്രീഫ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും നാറ്റോ സഖ്യത്തിലെ പ്രധാനപ്പെട്ട അംഗങ്ങളുമായിട്ടും ഒക്കെ തന്നെ അജിത് ദോവൽ കാര്യങ്ങൾ സംസാരിച്ചു. ഇപ്പോൾ നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലഭിക്കുന്ന സൗദി അറേബ്യയും ഇറാനും വിദേശകാര്യമന്ത്രിമാരെ സംസാരിച്ചു എന്നുള്ളതാണ്. ഇത് വളരെ വലിയ ഒരു ഇറാന്റെ പിന്തുണ ഇക്കാര്യത്തിൽ വളരെ നിർണായകമാണ്. അതുപോലെ സൗദി അറേബ്യയുടെ പിന്തുണ ഇക്കാര്യത്തിൽ വളരെ നിർണായകമാണ്. സൗദി അറേബ്യയാണ് പാകിസ്ഥാനെ സാമ്പത്തികമായി സഹായിക്കുന്ന ഏക രാഷ്ട്രം. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ സൗദി അറേബ്യയുടെ സാന്നിധ്യവും സൗദി അറേബ്യക്കാരുടെ ഒരു പിന്തുണയും രാജ്യത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സൗദി അറേബ്യയെ പ്രത്യേകമായി വളരെ നല്ല രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ തുടക്കം മുതൽ തന്നെ ഇന്ത്യ വിശദീകരിക്കുകയും ബ്രീഫ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പൽഗാമിന്റെ അക്രമത്തിന് ഇന്ത്യ കൊടുത്ത തിരിച്ചടി എന്ന രീതിയിലാണ് ഇപ്പൊ രാജ്യാന്തര മാധ്യമങ്ങൾ ഈ കാര്യത്തെ കാണുന്നത്. ഏതായാലും സംഘർഷം ഇനി
കൂടുതൽ തലത്തിലേക്ക് വ്യാപിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പാകിസ്ഥാനാണ് എന്ന് ഒരു ബോധ്യം ലോകരാജ്യങ്ങൾക്കുണ്ട്. കാരണം പാകിസ്ഥാൻ പ്രകോപനം ഉണ്ടാക്കിയാൽ ഇന്ത്യ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏഷ്യൻ റീജിയനിലെ യുദ്ധം വേണമോ വേണ്ടിയോ എന്ന് തീരുമാനിക്കേണ്ടത് പാകിസ്ഥാനെന്ന് ഇന്ത്യ അസന്നിഗ്ധമായി പറഞ്ഞു. അഞ്ജലി. ശരത് ലാൽ, അതുപോലെ തന്നെ ഈ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഏതൊക്കെ വിമാനത്താവളങ്ങളാണ് അടച്ചിട്ടുള്ളത്? അഞ്ജലി, പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ ശ്രീനഗർ വിമാനത്താവളമാണ്, അതേപോലെ തന്നെ ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല വിമാനത്താവളമാണ്, അതുപോലെ രാജസ്ഥാനിലെ ബിക്കാനൂർ വിമാനത്താവളമാണ്, അതുപോലെ പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളമാണ്. ഇത്രയും വിമാനത്താവളങ്ങളാണ് അടച്ചിട്ടിട്ടില്ല. കൊമേഴ്സ്യൽ ഫ്ലൈറ്റുകൾ, അതായത് യാത്രാ ഫ്ലൈറ്റുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി. കാരണം എന്തെങ്കിലും തരത്തിൽ കാരണം പാകിസ്ഥാന്റെ 400 കിലോമീറ്റർ പരിധിയിൽ പാകിസ്ഥാന്റെ മിസൈലിന്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളാണിത്. അതുകൊണ്ട് തന്നെ നിർവീര്യമാക്കപ്പെടുന്നതിന് മുമ്പേ ഏതെങ്കിലും ഒരു ഏറ്റവും എളുപ്പമായ ടാർഗറ്റാണ് യാത്രാ വിമാനം. 800 കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ അത് സഞ്ചരിക്കുള്ളൂ. വളരെ എളുപ്പത്തിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ 400 കിലോമീറ്റർ പരിധിയാണ് പാകിസ്ഥാനുള്ളത്. മിസൈൽ ഈ 400 കിലോമീറ്റർ പരിധിയുള്ള മിസൈൽ ഒഴിവാക്കാൻ, അല്ലെങ്കിൽ ഈ യാത്രാ വിമാനങ്ങൾക്ക് അപകടം പറ്റുന്ന ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അത് അവിടെ വെച്ചിട്ട് യാത്രാ വിമാനത്താവളങ്ങൾ അടച്ചിട്ടില്ല. വിമാന കമ്പനികളോട് കൊമേഴ്സ്യൽ സർവീസുകൾ റദ്ദ് ചെയ്യണമെന്നേ വ്യക്തമാക്കിയിട്ടുള്ളൂ. ഇത് രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, ഇന്ത്യൻ സേനാ മൂവ്മെന്റിനും ഈ എയർപോർട്ടുകൾ ആവശ്യമാണ്. അതിർത്തിയിലെ എയർപോർട്ടുകളാണ്. അത് യാത്രാ വിമാനങ്ങൾ വരുന്നത് അതിന് തടസ്സം ചെയ്യും. ഈ രീതിയിലും കൂടിയാണ് അടച്ചിട്ടിരിക്കുന്നത് എന്നുകൂടിയാണ് സുരക്ഷാ ഉപദേഷ്ടാവിന്റെ ഓഫീസിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ അവർ വിശദീകരിക്കുന്നത്. കാരണം ഇന്ത്യയിൽ ഈ സ്ഥലങ്ങളിൽ പറക്കുന്ന വിമാനങ്ങളൊക്കെ ഇന്ത്യയിലെ റഡാറുകൾ ശത്രുപക്ഷത്തിന്റെ വിമാനങ്ങളായി ഐഡന്റിഫൈ ചെയ്യും. അപ്പോൾ തന്നെ അതിനെ നിർവീര്യമാക്കാനുള്ള